നീറ്റ് പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്ന് വിദ്യാർത്ഥികൾ. പുനഃപരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ലെന്നും പരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്നും വിദ്യാർത്ഥികൾ NTA-ക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. അതേസമയം നീറ്റ് പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നീറ്റ് പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതിയിൽ ഹർജിയും നൽകിയിരിക്കുന്നു. ഈ ഹർജി കോടതി എപ്പോഴായിരിക്കും എടുക്കുക? നിലവിൽ നീറ്റ് പുനഃപരീക്ഷ ഈ മാസം 21-ന് നടത്താനുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര സർക്കാർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവയെല്ലാം വിലയിരുത്തിയിരുന്നു. ഇതിനിടയിലാണ് വിദ്യാർത്ഥികൾ NTA-ക്ക് അഭിഭാഷകൻ മുഖേന നിവേദനം നൽകിയിട്ടുള്ളത്. 1500-ലധികം വിദ്യാർത്ഥികളാണ് നിവേദനത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്. ഇതിൽ ചൂണ്ടിക്കാട്ടിയത് ജൂൺ 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ മാറ്റിവെക്കണം, 1 മാസം കൂടിയെങ്കിലും പരീക്ഷ നടത്തുന്നതിന് സമയം നൽകണം. കാരണം ഈ പുനഃപരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. പക്ഷെ അത് NTA എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഈ പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി പ്രവേശന നടപടികളിലേക്ക് കിടക്കേണ്ടതുണ്ട്. നീറ്റ് UG പരീക്ഷയാണ് നടക്കാനുള്ളത്. അതിന്റെ മുൻപോട്ടുള്ള നടപടികൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വിദ്യാർത്ഥികൾ നിലവിൽ NTA-ക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അതിൽ ആവശ്യപ്പെട്ടത് 1 മാസത്തേക്കെങ്കിലും പരീക്ഷ നീട്ടിവെക്കണമെന്നും പഠിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളതുമാണ്. ഒപ്പം സുപ്രീം കോടതിയിൽ ഡോക്ടർ മംഗള കൊഹ്ലി എന്നയാളാണ് ഹർജി നൽകിയിട്ടുള്ളത്. ആ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് നീറ്റ് പുനഃപരീക്ഷ തന്നെ പൂർണ്ണമായും റദ്ദാക്കണം, നേരത്തെ നടത്തിയിട്ടുള്ള പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. നീറ്റ് പ്രവേശന പരീക്ഷ രാജ്യത്തുടനീളം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ 1-2 കേന്ദ്രങ്ങളിൽ ചില അപാകതകൾ വന്നു എന്നത് കാരണത്താൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയത് ശരിയായ നടപടിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21-ന് തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. പരീക്ഷ ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിന് വ്യോമസേനയെ നിയോഗിച്ചത്, കൂടാതെ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ NTA-യുടെ ഔദ്യോഗിക പോർട്ടൽ neet.nta.nic.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കാർഡ് ലഭ്യമായിരുന്നു. അതിലും ചില സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മായ. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നീറ്റ് പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയും നൽകിയിരിക്കുന്നു.